ഹലോ ഗൈസ്, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ രാവിലെ 10 മണിക്കാണ് സിപ്ലൈൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയത്. നമുക്ക് പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 3 മണിക്ക് അറ്റൻഡ് ചെയ്യാൻ പോയപ്പം അത് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ക്യൂ ഇല്ലായിരുന്നു, ക്യൂ ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സിപ്ലൈൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ മാത്രം അറ്റൻഡ് ചെയ്തില്ല. എനിക്ക് ഈ പ്രഷർ ബെൽറ്റ്സിലെ സസ്പെൻഷൻ എനിക്ക് നോട്ട് ആക്സെപ്റ്റബിൾ ആയതുകൊണ്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്യുന്നത്. മാത്രമല്ല, എനിക്ക് കണ്ടൻറ് എടുക്കേണ്ടതും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് അറ്റൻഡ് ചെയ്യാത്ത. അതിനേക്കാളും ഉപരി എനിക്ക് ഈ ബംഗാളികളുടെ സിപ്ലൈനിൽ ഒട്ടും വിശ്വാസമില്ല. യവന്മാരുണ്ടാക്കുന്ന ഫുഡ് പോലും മേക്കിങ് ചെയ്യണ്ട തന്നെ കഴിക്കാൻ തോന്നില്ല. അങ്ങനെയുള്ളപ്പോൾ യവന്മാരുണ്ടാക്കുന്ന ഇതിന് എന്തുമാത്രം സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാവും. ഞാൻ അവരുടെ എല്ലാം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി. എന്നിട്ടും അവർ ഇതെല്ലാം അറ്റൻഡ് ചെയ്തു ഗൈസ്. അങ്ങനെ ഓരോരുത്തരും ആയിട്ട് സിപ്ലൈൻ അറ്റൻഡ് ചെയ്യാൻ പോയി. അങ്ങനെ ഞാൻ എവിടെയെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി. നിങ്ങൾ ഈ വീഡിയോ കണ്ടാലറിയാം, ഇതിൻ്റെ അങ്ങേ അറ്റത്ത് പാർഷ്യലി ഐസ്ഡ് ആയിട്ടുള്ള മൗണ്ടെയ്ൻസ് ആണ്. എൻ ബൈ എൻ സിപ്ലൈനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ സിപ്ലൈനിൽ കയറി അപ്പുറത്തോട്ട് പോയാൽ അപ്പുറത്തുനിന്ന് നേരെ തിരിച്ചിങ്ങോട്ട് സിപ്ലൈനുണ്ട് ഗൈസ്. അങ്ങനെ ഓരോരുത്തരായിട്ട് സിപ്ലൈൻ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ 2 പേര് ഇപ്പം അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് വേറെ 2 പേര് പിന്നെ ഒരാളും കൂടെ ആകുമ്പോൾ നമ്മുടെ ഒരു ഇത് ബാച്ചിൻ്റെ പൂർണ്ണമാവും ഗൈസ്. അങ്ങനെ 2 പേര് അങ്ങോട്ട് പോയി. ഇനി അടുത്ത ഒരു 2 പേരുടെ ടേണാണ്. ഇവരും കൂടെ പോയി കഴിഞ്ഞാൽ വേറെ ഒരുത്തരും കൂടെ ഉണ്ട്. അവനാണ് ഈ ഒരു പേര് തൂറിയാണ് ഗൈസ്. അവൻ പോടില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് എന്നെ മടുപ്പിച്ചിട്ട് അവൻ ലാസ്റ്റ് പോയി കളഞ്ഞു ഗൈസ്. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇവർ 2 പേരും അങ്ങോട്ട് പോകും. ഇവർ 2 പേരും റെഡി 1 2 3 സ്റ്റാർട്ട്. മനസ്സിലിങ്ങനെയാണ് വിളിക്കുന്നത് ഗൈസ്. ഇങ്ങനെയൊക്കെ എനിക്ക് വിളിക്കുന്നത്. നമുക്ക് അവനോടല്ലോ മേഡം ആറ്റിറ്റ്യൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഇവൻ പബ്ലിക്കായിട്ട് നിലവിളിക്കുന്നവനാണ് ഗൈസ്. ഇവനിപ്പോൾ നിലവിളിച്ച് കൊണ്ടിപ്പോൾ അങ്ങോട്ട് അപ്പുറത്തോട്ടേ കടക്കും. ഇവൻ അങ്ങോട്ട് സിപ്ലൈനിൽ പോകാനേ മടിയായിരുന്നു. പിന്നെ എന്നെയും പറ്റിച്ചിട്ട് പോയതാണ്. ഇപ്പോൾ ഒക്കെ എത്തുന്നത് ഇപ്പോൾ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. നിലവിളിച്ചാണ് പോകുന്നത്. പേടുത്തു പോയവൻ. അങ്ങനെ അവൻ അപ്പുറത്തേക്ക് എത്തി. ഇനി അടുത്ത ടേണെന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഗൈസ്. അതുവരെ എൻ്റെ ഈ പേജ്